ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ ചായക്കടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡും കുറച്ച് മൈദപ്പൊടി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചായക്കടകളിൽ നിന്നൊക്കെ ബ്രെഡ് പൊരിച്ചത് കഴിച്ചിട്ടില്ലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെ കുറച്ചുകൂടെ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ ഒന്ന് ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് വറ്റൽമുളക് പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, അപ്പോൾ മല്ലിയിലൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ. പിന്നെ ആ സോഡാപ്പൊടി നന്നായിട്ട് മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് ആ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് കറക്റ്റ് ആവുന്ന വിധത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പതിയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രെഡിൽ കോട്ടാവുന്ന വിധത്തിൽ നമുക്ക് ബാറ്റർ കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും വെച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത്രയും ഒരു ബാറ്റർ വെച്ചിട്ട് എങ്ങനെയും ഒരു 10-15 പീസസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും മല്ലിയിലേക്ക് കിട്ടത്തക്ക വിധത്തിൽ ഒന്ന് മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെച്ച് ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ബ്രെഡല്ലേ, എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ തീ ഒട്ടും തന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കാതെയും അതുപോലെ ഒരു ഇതിലേക്ക് ആക്കാതെയും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ബ്രെഡ് ഇതുപോലെ തിരിച്ചും മറിച്ചും വേഗം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയേക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ആ കോട്ടിങ് മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ആ കോട്ടിങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചായ ഇപ്പുറത്ത് തിളക്കുന്ന നേരം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കപ്പ കൊണ്ട് ഉണ്ടാക്കിയ വടയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കപ്പയൊക്കെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വേവിച്ച് വെച്ചേക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് പുഴുങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് പുഴുങ്ങി വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ നാരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാകും. എന്നിട്ട് ഇതുപോലെ ഒരു സ്മാഷർ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതിരുന്നാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം ഒരു വലിയ സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി, അതുപോലെ 3 പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കപ്പയുടെ ഉപ്പും കൂടെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എരിവിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഒരു ചെറിയൊരു മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മളുടെ ആ കയ്യിൽ ഒട്ടണ ആ ഒരു പരുവം മാറുന്നത് വരെ അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ 1 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തപ്പോഴാണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയേക്കുന്നത്. ഒരുപാട് ചപ്പാത്തി മാവ് പോലെയൊന്നും ആവില്ല, എങ്കിലും അത്യാവശ്യം കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ നമ്മളൊരു ചെറിയ നനവോടുകൂടെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒരുപാടൊന്നും ഒട്ടിപ്പോകാതെയൊക്കെ കിട്ടിക്കോളും. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് ചെയ്യണത്. പിന്നെ ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്, അതായത് കൂടുതൽ ഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഈ ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യണത്. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കൈയൊന്ന് നനച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഷേപ്പ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈയിങ് ആണ് ചെയ്യണത്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരുപാട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ
ഫ്ലെയിം ഒട്ടും താഴ്ത്താനും പാടില്ല. ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ബബിൾസൊക്കെ ഒന്ന് അടങ്ങി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ച് ഇട്ടിട്ട് മറുഭാഗവും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് ഇനി കുറച്ച് നേരം നമ്മളിത് ഇങ്ങനെ ഇട്ടേക്കുമ്പോൾ അതിൻ്റെ ആ സവാളയൊക്കെ പുറം ഭാഗം കാണുന്ന സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് തന്നെ ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സവാളയൊക്കെ ഒരു ചെറുതായിട്ട് വല്ലാണ്ട് മൊരിഞ്ഞിട്ട് പോയി ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ കോരിയേക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ വട റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി ഒരു ചായയുടെയൊക്കെ കൂടെ കഴിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കപ്പയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണ്. ഇതിപ്പോൾ ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഒരെണ്ണം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. നല്ല വീർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നല്ല ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കപ്പ ഓൾറെഡി വെന്തതാണ്. പിന്നെ അതിൻ്റെ ഉള്ള സവാളയും ഇതൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയേക്കുന്നത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെപ്പോഴും തൊലി കറുത്ത ഏത്തപ്പഴങ്ങൾ ഉണ്ടാവാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 2 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. 2 എണ്ണം ഫുള്ളായിട്ട് ഇടണമെന്നില്ല. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മാത്രം മതിയാകും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കരുത്. ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തേക്കാം. ഈ അരച്ചെടുത്ത് ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് മൈദമാവാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, നമ്മൾ മധുരമല്ലേ തയ്യാറാക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരല്പം സോഡാപ്പൊടി ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മിക്സാക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ശർക്കരപ്പാനി നമ്മൾ തയ്യാറാക്കിയിട്ട് അധികം ചൂട് മാറാത്ത രീതിയിൽ, അതായത് തിളച്ച് ചൂട് മാറിയിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ ആവാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ കിട്ടും. അതിലേക്ക് കുറച്ച് കരിഞ്ജീരകവും പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിന് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കറക്റ്റ് പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ നടുക്ക് വെച്ചിട്ട് വേണം എണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ കുഴികളിലൊക്കെ നന്നായിട്ട് എണ്ണ നിറഞ്ഞ് നിൽക്കണം, എന്നാലാണ് ഉണ്ണിയപ്പം ഒട്ടും തന്നെ പൊട്ടാതെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒരുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കുറച്ച് നേരം ഒക്കെ കഴിയുമ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് പരുവ് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറണം നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി വെക്കാം. അപ്പോൾ എണ്ണ നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു തീ കുറച്ച് കളയരുത്. കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എണ്ണ കുടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പരുവായപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്നൊരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മൾക്ക് ചായയൊക്കെ കുടിക്കുമ്പോൾ ആ ഒരു 3 മണിയൊക്കെ നേരം ആകുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.